Hello everyone, welcome back to our channel Shuttu and Mamma. അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വ്ലോഗ് ആട്ടോ. ഞാൻ ഒരു ഈവനിങ് സ്നാക്ക് ആയിട്ട് ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ഷൂട്ട് ചെയ്യാന്ന്. ഒരു നോർമൽ വെജ് എന്ന് പറയാൻ പറ്റില്ല, പൊട്ടറ്റോ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ മുന്നേ ഉണ്ടാക്കാറുണ്ട്, ഇപ്പൊ പക്ഷെ കുറേ ആയി ഉണ്ടാക്കാത്തത്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്. പച്ചമുളക് ഞാൻ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം നമ്മൾ ഓൾറെഡി കുരുമുളക് കൂടി ഇടും. പിന്നെ കുറച്ച് മസാലയും ആഡ് ചെയ്യും, അപ്പം ഓവർ എരിവാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് എടുത്തു. പിന്നെ ഒരു 2 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ബ്രെഡ് ക്രംസ് ആണ്. ഞാൻ ബ്രൗൺ സൈഡ് മാറ്റിയിട്ടൊന്നുമില്ല, എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ സ്മാഷ് ചെയ്തതാണ്. പിന്നെ വേണ്ടത് ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ഞാൻ ഒരു 4 വിസിലടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ അതൊന്ന് തണിയുമ്പോൾ അത് നല്ലപോലെ സ്മാഷ് ചെയ്തിട്ട് പിന്നെ മസാല ആക്കണം. അപ്പോൾ അത് തണിയാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോഴേക്കും ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. ഞാൻ 2 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ അത്ര ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ അത് റെഡിയായതിന് ശേഷം ഒന്ന് നല്ലപോലെ സ്മാഷ് ചെയ്തിട്ട് ഉള്ളിയും നമ്മുടെ ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്തിട്ട് പിന്നെ മസാലാസ് ആഡ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ നമ്മളെ പൊട്ടറ്റോവും ക്യാരറ്റും എല്ലാം ഞാൻ നല്ലപോലെ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. കുറച്ച് മാത്രമേ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി നമുക്ക് നോക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. എല്ലാം ഒന്നിച്ച് തന്നെ ഇട്ട് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മാത്രമേ പൊട്ടറ്റോയിൽ ഉപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് നേരത്തെ പറയാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ആവശ്യമുണ്ട്. പിന്നെ മസാലാസ് എന്തൊക്കെയാണ് ഇടാൻ പോകുന്നത് ഞാൻ ആഡ് ചെയ്യുന്ന സമയത്ത് പറയാം കേട്ടോ. ഇതിന്റെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ പൊട്ടറ്റോയും ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് കുറച്ച് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പൊട്ടറ്റോ ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാ. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഫോർ സം ടേസ്റ്റ് നമ്മൾ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്യുന്നത്, വേറെ ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് ഗരം മസാല, എല്ലാം വളരെ കുറച്ചേ വേണ്ടുള്ളൂ കേട്ടോ. പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫൈൻ.
പൊടികൾ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഓവർ മസാലയാകുമ്പം അത് അത്രയും കൂടെ സുഖാവില്ല, പ്രത്യേകിച്ച് കട്ട്ലറ്റ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കണം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മുടെ മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തു. കഴിഞ്ഞു, മസാല റെഡിയാണ്. ഇനി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മൾ മസാല റെഡിയാണ്. ഇനി ഇതൊന്ന് തണിയാൻ വെക്കണം നമുക്ക്. ഇന്നിപ്പോൾ നല്ലപോലെ തണിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട്ലറ്റിന്റെ ഷേപ്പിലാക്കി ആക്കിയതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് പിന്നെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കും. അപ്പൊ നമുക്കിത് തണിയാൻ വെക്കാം. അപ്പൊ ഇതാ നമ്മൾ മസാലയെല്ലാം നല്ലപോലെ തണിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് കട്ട്ലേറ്റിന്റെ ഷേപ്പിലാക്കി എടുത്തിട്ട് എല്ലാം സൈഡാക്കി വെക്കാം. ചെറിയൊരു എനിക്ക് പറ്റുന്ന പോലത്തെ ഷേപ്പിൽ ഞാൻ ആക്കുന്നേലും ചെറുതായിട്ട് നമ്മൾ റൗണ്ട് ചെയ്തെടുക്കണം. കണ്ടില്ലേ? ആൻഡ് ഇത് ഇവിടെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടേന്റെ ബാറ്ററിലേക്ക് മുക്കാൻ പോവാം. അതിനുശേഷം നേരെ നമ്മളെ ബ്രെഡ് ക്രംസിലേക്ക് ഇടുന്നുണ്ട്. ഞാൻ ഇവിടെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അധികം കട്ടി വേണ്ട ശരിക്കും പറഞ്ഞാൽ, അപ്പൊ നമുക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നാം. സോ ഞാൻ ഒരു മീഡിയം തിക്നെസ്സിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഷുട്ടു ബേബി വന്ന് ഇതാ അലമ്പുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് മുതൽ ഞാനൊന്ന് വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, ബിക്കോസ് അത്ര എണ്ണ അങ്ങോട്ട് എടുക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ല എനിക്ക് നല്ല അധികം എണ്ണയിൽ പൊരിച്ചത് ആൾക്കാർ കഴിക്കുന്നതിനോടും എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഒരു നോർമൽ വളരെ ഒരു സൈഡ് മാത്രം മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ മാത്രം എണ്ണ എടുത്തതിന് ശേഷം എല്ലാം ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ബാക്കി സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള എന്താ പറയുക, ബിഗിനേഴ്സിനൊക്കെ എത്രയോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കട്ട്ലറ്റാണ് നോർമൽ. നമ്മൾ ഇതിനകത്ത് ചിക്കൻ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ നമ്മളുടെ പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ട് മസാല റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എൻ്റെ ഒരു ഓപ്ഷനിൽ ആ സമയത്ത് തന്നെ നമ്മൾ കുറച്ച് മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു എഗ് കട്ട്ലറ്റ് വേണമെങ്കിൽ ഉണ്ടാക്കാം. അതൊരു ഓപ്ഷനായിട്ട് എനിക്ക് ഉണ്ടാക്കുന്ന സമയത്ത് തോന്നിയൊരു സംഭവമാണ്. വലിയ ചേഞ്ചൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കട്ട്ലറ്റിൻ്റെ പരിപാടികൾ എന്ന് പറയുന്നത്. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് അത്രേ വേണ്ടു നമുക്കിതൊന്ന് കുക്കായി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഒരു സൈഡ് നല്ലപോലെ കളർ മാറി വന്നിട്ടുണ്ട്. ഇതിനേക്കാളും കുറച്ചും കൂടെ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാം. ഞാൻ പിന്നെ ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ അധികം കരിയണ്ടെന്ന് വിചാരിച്ച് ഞാൻ എളുപ്പത്തിൽ തന്നെ മറിച്ചിട്ട് കൊടുത്തു. അപ്പോൾ ആ സൈഡും ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എല്ലാം ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള സംഭവങ്ങളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഗ്രീൻ പീസൊക്കെ ആഡ് ചെയ്യാം. ഗ്രീൻ പീസ്, ക്യാരറ്റ്, ചില ആൾക്കാർ ക്യാപ്സിക്കം ഒക്കെ ആഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെജിറ്റബിൾസ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം.
അങ്ങനെ ഇതാ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഓഫ് നമ്മുടെ കട്ട്ലറ്റ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് എടുത്ത് മാറ്റേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. ഞാൻ ഇത് ഒരു കാസറോൾ അതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ച് എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ എണ്ണയും കൂടെ ഒന്ന് അബ്സോർവ് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ അടുത്ത് ടിഷ്യൂ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ടിഷ്യൂ ഇട്ടാൽ കുറച്ചും കൂടെ എണ്ണ വലിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെയൊന്നും സ്നാക്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാത്തത്. ആദ്യം എന്തെങ്കിലുമൊക്കെ ഈവനിങ് ആയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാകുന്ന സമയം എനിക്ക് ഒരുപാട് ടൈം ഉണ്ടാവുമായിരുന്നു. ആ സമയത്തൊക്കെ അധികവും ഓരോ ദിവസം ഓരോ സ്നാക്സൊക്കെ വെച്ച് ഞാൻ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം എനിക്ക് തീരെ സമയമില്ല. ഇത് തന്നെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചുട്ടു കുറേ പ്രാവശ്യം വന്നിട്ട് അലമ്പുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ പെട്ടെന്ന് തീർക്കുമായിരുന്നു. ഇതൊക്കെ കഴിയുമ്പോഴേക്കും എനിക്ക് നല്ല തലവേദന വന്നു. ഞാൻ ഫുള്ളായിട്ടൊരു 10 പീസ് കട്ട്ലേറ്റാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് സെക്കൻഡ് റൗണ്ട് ഞാൻ വെച്ച് കൊടുക്കുവാണ്. ലാസ്റ്റിലാകുമ്പോഴേക്കും എനിക്ക് 2 എണ്ണത്തിന് ബ്രെഡ് ക്രംസ് ഞാൻ പൊടിച്ച് വെച്ചത് കുറച്ച് കുറഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചിയിലൊക്കെ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന മാതിരി മുട്ടയിൽ മാത്രം മുക്കിയിട്ട് ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. അതാണ് നടുക്കിലത്തെ 2 എണ്ണം മാത്രം വേറെ ഇരിക്കുന്ന പോലെ തോന്നിയത്. അപ്പോൾ ഇതാ നമ്മുടെ കട്ട്ലേറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ പോയിട്ട് നല്ല ചൂട് ചായയും വെച്ച് കട്ട്ലേറ്റ് കഴിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ. ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്യാം. മീൻസ് നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എനിക്ക് ഇത്ര ഗ്രീൻ പീസ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ മാത്രം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. എന്തായാലും പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം. ടാറ്റ, ബൈ ബൈ.